ഇവിടെ പല നാഷണൽ പാർക്കിലും പോയിട്ടുണ്ട്, പക്ഷെ ഇതൊരു ഡിഫറെന്റ് വേൾഡ് ആണ്. കുറെ കാലം ഞങ്ങൾ ഇവിടെ വരണമെന്ന് വിചാരിക്കുന്നു. ഇപ്പോഴാണ് നടന്നു വന്നത്. വെൽക്കം ടു യെല്ലോസ്റ്റോൺ. യെല്ലോസ്റ്റോണിന് 5 മെയിൻ എൻട്രൻസ് ആണുള്ളത്. ഞങ്ങൾ വന്നത് ഈ കോഡി എന്ന് പറയുന്ന ഒരു എൻട്രൻസ് വഴിയാണ്. ഒരു സൂപ്പർ വോൾക്കാനോയുടെ മേലെയുള്ള പാർക്ക് ഇവിടെയുള്ള പല സംസ്ഥാനങ്ങളെക്കാൾ വലുതാണ്. നോക്കടാ, അത് ബഫല്ലോ അടാ, ബഫല്ലോ അല്ലടാ, ബൈസൺ. നോർത്ത് അമേരിക്കയിലെ ലാർജസ്റ്റ് ഹൈ എലിവേഷൻ ലേക്കാണ് യെല്ലോസ്റ്റോൺ ലേക്ക്. ഇത് സീ ലെവലിൽ നിന്ന് അബവ് 7000 ഫീറ്റ് ആണ്. എൻ്റയർ ലേക്ക് ഉള്ളത് യെല്ലോസ്റ്റോൺ സൂപ്പർ വോൾക്കാനോയുടെ മേലെയാണ്. നമ്മൾ ഇവിടുന്ന് നോക്കുമ്പോൾ പലപ്പോഴും അത് ഭയങ്കര ശാന്തമായിട്ട് തോന്നുന്നുണ്ടെങ്കിലും ചില ഭാഗങ്ങളിലൊക്കെ ഇപ്പോഴും ബബിൾസും അതേപോലെ തന്നെ ഈ സ്മോക്സും ജിയോ തെർമൽ ആക്ടിവിറ്റി കാരണം വരാറുണ്ട്. ഇതിൻ്റെ ഒരു ആവറേജ് ഡെപ്ത് എന്ന് പറയുന്നത് 42 ഫീറ്റ് ആണ്. ടോട്ടൽ ഏരിയ 132 സ്ക്വയർ കിലോമീറ്റർ. ഞങ്ങൾ നോക്കുമ്പം ചിലരൊക്കെ അവിടുന്ന് കയാക്കിങ്ങിന് പോകുന്നുണ്ടായിരുന്നു. ഇത് മഡ് വോൾക്കാനോ ട്രെയിലാണ്. ഡ്രാഗൺസ് മൗത്ത് ആദ്യം കണ്ടു. ഇപ്പം ഞാൻ നടക്കുന്നു. എന്തെങ്കിലുമൊക്കെ അടുത്തുണ്ടാവുന്ന വിചാരിക്കുന്നു. യെല്ലോസ്റ്റോണിൽ ചെറുതും വലുതൊക്കെ ആയിട്ട് ക്ലോസ് ടു 290 ഡിഫറെൻറ്റ് വാട്ടർഫോൾ ഉണ്ട്. അതിൽ ഏറ്റവും പോപ്പുലറായ 1-2 ഈ അപ്പർ ഫോൾസ് അതേപോലെ ലോവർ ഫോൾസ് എന്നുള്ളത്. നമുക്ക് രണ്ടിടത്തേക്ക് ഹൈക്ക് ചെയ്യാൻ പറ്റും. ഞങ്ങൾ ലോവർ ഫോളിലേക്ക് ഹൈക്ക് ചെയ്തു. അത് താഴോട്ട് ഇറങ്ങാൻ വളരെ സുഖമായിരുന്നു, പക്ഷെ തിരിച്ച് കയറുമ്പം കുറച്ച് കഷ്ടപ്പെട്ടു. കാരണം ഫുള്ള് സ്റ്റീപ്പ് ഹൈക്കായിരുന്നു. പക്ഷേ ഹൈക്ക് വാസ് വർത്ത്, അത്രേ ഞാൻ പറയുള്ളൂ. I'll do it 1,000,000 times with you and never get tired. You're my piece of heaven on earth. Oh, you make it all worth it. യെല്ലോസ്റ്റോണിലെ മോസ്റ്റ് വിസിറ്റ് അട്രാക്ഷനാണ് ഓൾഡ് ഫെയ്ത്ത്ഫുൾ. എത്രയോ കാലമായിട്ട് ഓരോ 90 മിനിറ്റിലും കൃത്യതയോടെ അത് പുറത്തേക്ക് പൊട്ടിത്തെറിക്കും. അതുകൊണ്ടാണ് ഇതിന് ഓൾഡ് ഫെയ്ത്ത്ഫുൾ അഥവാ പഴയ വിശ്വസ്തൻ എന്ന് പേര് വരാൻ കാരണം. ഈ ഗൈസറിൻ്റെ ഫിനോമിന എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. അതായത് യെല്ലോസ്റ്റോണിലെ ഭൂമിയുടെ അടിയിൽ തിളച്ച് മറിയുന്ന ഈ മാഗ്മ എന്ന് പറയുന്ന റോക്ക്. ഈ മാഗ്മയാണ് പുറത്തേക്ക് വരുമ്പോൾ നമ്മളതിന് ലാവ എന്ന് പറയുന്നത്. ഈ മാഗ്മ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ അത് അതിൻ്റെ മുകളിലെ വെള്ളത്തിനെ ചൂടാക്കിക്കൊണ്ടിരിക്കും. വെള്ളം ചൂടായിട്ട് ഒരു ലിമിറ്റ് കഴിയുമ്പോൾ അതിൻ്റെ പ്രഷർ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് അതിൻ്റെ മുകളിലുള്ള ചെറിയ ഹോളിൽ കൂടെ പുറത്തേക്ക് വരുന്നു. അപ്പോഴാണ് ഇത് പുറത്തേക്ക് നോൺ സ്റ്റോപ്പായിട്ട് വെള്ളം തെറിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വീട്ടിലുപയോഗിക്കുന്ന പ്രഷർ കുക്കർ പോലെ തന്നെ നമ്മളതിൻ്റെ വെൻ്റ് തുറന്ന വെള്ളം പെട്ടെന്ന് പുറത്തേക്ക് ചീറ്റില്ല. അതേപോലെ തന്നെ What? 1245 or 145? അത് 145 ആവാം, 1245 ആവാം. ഓൾഡ് ഫെയ്ത്ത്ഫുൾ ഉള്ളത് അപ്പർ ഗൈസർ ബേസിനിലാണ്. ഈ അപ്പർ ഗൈസർ ബേസിനിൽ ചെറുതും വലുതൊക്കെ ആയിട്ട് കുറേ ഗൈസറുണ്ട്. ഇവിടുത്തെ ഒരു
വേറൊരു മെയിൻ ഗൈസറാണ് ഗ്രാൻഡ് ഗൈസർ. ഈ ഗ്രാൻഡ് ഗൈസർ ഓരോ 7 to 15 hours എറപ്റ്റ് ചെയ്യുന്നത്. ഞങ്ങൾ എന്തുകൊണ്ട് ലക്കിയായിരുന്നു, ഞങ്ങളെത്തി ഒരു 15-20 മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോൾ തന്നെ ഗൈസർ എറപ്റ്റ് ചെയ്തു. ഇത് വേൾഡിലെ ടോളസ്റ്റ് പ്രഡിക്റ്റബിൾ ഗൈസറാണ്. ഒരു 60 മീറ്റർ വരേക്ക് അത് എറപ്റ്റ് ചെയ്യാറുണ്ട്. ഓരോ എറപ്ഷനും 9 to 12 minutes ലാസ്റ്റ് ചെയ്യും. അതേപോലെ തന്നെ ഓരോ എറപ്ഷനും ക്ലോസ് ടു 1,00,000 മുതൽ 1,30,000 ലിറ്റർ വെള്ളം വരെ പുറത്തേക്ക് എറപ്റ്റ് ചെയ്യും. ആണോ? നോർത്ത് അമേരിക്കയിലെ ലാർജസ്റ്റ് ഹോട്ട് സ്പ്രിംഗ് ആണ് ഗ്രാൻഡ് പ്രിസ്മാറ്റിക് സ്പ്രിംഗ്. ഇവിടെ എവിടെ നോക്കിയാലും നിങ്ങൾക്ക് ഡിഫറെൻറ്റ് കളേഴ്സ് കാണാൻ പറ്റും. അതായത് പച്ച, മഞ്ഞ, ചുവപ്പ്, നീല, ഓറഞ്ച് അങ്ങനെയെല്ലാം കാണാം. ഈ വെള്ളത്തിൽ ജീവിക്കുന്ന ചെറിയ ബാക്ടീരിയ ആണ് വെള്ളത്തിന് ഈ കളർ കൊടുക്കുന്നത്. അതും നിങ്ങൾ പല ഭാഗത്ത് നോക്കുമ്പോൾ പല കളറായിട്ടാണ് കാണുന്നത്. ഈ ഭൂമിക്കടിയിലുള്ള തിളച്ച് മറിയുന്ന മാഗ്മ തന്നെയാണ് ഹോട്ട് സ്പ്രിംഗ് ഉണ്ടാക്കുന്നത്. ഈ മാഗ്മ അതിൻ്റെ മുകളിലുള്ള വെള്ളത്തിനെ ചൂടാക്കുന്നു. വെള്ളം ചൂടാക്കി കഴിയുമ്പോൾ ചെറിയ ചെറിയ ഹോൾ വഴി പുറത്തേക്ക് തിളച്ച വെള്ളം ബബിൾസായിട്ട് പുറത്തേക്ക് വരുന്നു. ഞങ്ങൾ ഈ ഗ്രാൻഡ് പ്രിസ്മാറ്റിക് സ്പ്രിംഗ് ഓവർലുക്ക് കാണാൻ വേണ്ടിയിട്ട് 1 hour വെയിറ്റ് ചെയ്തത്. എല്ലാവരോടും സെൽഫി എടുക്കുന്നുണ്ട്. ഞങ്ങൾ സെൽഫി എടുത്ത് അല്ലേ? ആ, കൊള്ളാം. നല്ല വ്യൂ ആയിരുന്നു. നല്ലതായിരുന്നു. മുകളിലുള്ള വ്യൂ ഡിഫറെന്റ്. I still remember your number. Can say those digits by heart. With that first drink of the summer, I think about where you are. I dial 235 and you alive. How I miss our late night drive. 6 hours in my mind, I flip a switch and 7-2 forgetting you. It's something I Oh, we came in the road. കറങ്ങുന്നോ? ഞാൻ ഞങ്ങളിന്ന് ലാമർ വാലിയിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് ക്യാമ്പ് സൈറ്റിൽ നിന്ന് 5:30 തന്നെ ഇറങ്ങി. ഏർലി മോർണിംഗ്. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല. ഇപ്പോൾ ഞങ്ങളൊരു ടവർ ഫോൾ ജനറൽ സ്റ്റോറിൽ കയറിയിട്ട് ഒരു കോഫിയും കുറച്ച് സ്നാക്സും കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റ് അഡ്ജസ്റ്റ് ആക്കി. നല്ലൊരു അഡ്ജസ്റ്റ്മെന്റ്. ഞങ്ങൾക്ക് ഇവിടുന്ന് ബൈസൺ ബ്രാറ്റ്സ് കഴിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ സ്പൈസസ് ഇല്ലാത്ത കാരണം പിള്ളേർക്ക് വേണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ തൽക്കാലം സാൻഡ്വിച്ച് ഒഴിവാക്കിയിട്ട് സ്വീറ്റിലേക്ക് മാറി. ഒരു മഫിൻസ് കഴിക്കണം. മഫിൻ ഇതൊരു പെട്രിഫൈഡ് ട്രീ ആണ്. പെട്രിഫൈഡ് ട്രീ എന്ന് പറഞ്ഞാൽ ഈ മരങ്ങളെ കുറേ കാലം വോൾക്കാനോയുടെ ആഷസിലും അതേപോലെ തന്നെ മണ്ണികളിൽ കൂടി കഴിയുമ്പോൾ അത് കല്ലായിട്ട് മാറും. അതിനാണ് ഈ പെട്രിഫൈഡ് ട്രീ എന്ന് പറയുന്നത്. ഇതൊരു 50 million years പഴക്കമുള്ള റെഡ്വുഡ് ട്രീ ആണ്. ഇതിന് പണ്ട് ഫെൻസ് ഉണ്ടായിരുന്നില്ല. ഇൻബിറ്റ്വീൻ ആരോ അത് കുറേ കട്ടുകൊണ്ട് പോയി. അതിന് ശേഷമാണ് അവരതിന് ഫെൻസെല്ലാം വെച്ചത്. യെല്ലോസ്റ്റോണിൽ ഇതല്ലാതെ വേറെയും പലതുണ്ട്. പക്ഷേ ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ളത് മാത്രമേ ഉള്ളൂ.
ഇതാണ് മാമൂത്ത് ഹോട്ട് സ്പ്രിങ്. ഇവിടെ വെള്ളം ഈ പാറകൾക്കിടയിലൂടെ പുറത്തേക്ക് വന്നിട്ട് കാൽസ്യം കാർബണേറ്റായി ചേർന്നിട്ട് കുറേ ഡിഫറെൻറ്റ് ഫോർമേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ കുറേ ബാക്ടീരിയ ഉള്ളത് കാരണം ഈ വെള്ളത്തിനും ഈ പാറകൾക്കൊക്കെ ഒരു ഡിഫറെൻറ്റ് കളേഴ്സ് ഉള്ളതായി കാണാൻ പറ്റും. മാർക്കസ് ഡിഫറെന്റ് ആൻഡ് ആന്റണീസ് ഡിഫറെന്റ്. Ah, ശരിയാണ്. അപ്പൊ മാർക്ക് അപ്പുറത്ത് ഉണ്ടാവും അല്ലേ? യെല്ലോസ്റ്റോണിലെ ഏറ്റവും ചൂടുള്ളൊരു പ്രദേശമാണ് നോറിസ് ഗീസർ ബേസിൻ. ഇവിടെ കുറേ ആക്റ്റീവ് ഗൈസസ് ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് കുറേ കളർഫുള്ളായ ചെറിയ കുളങ്ങൾ, ചെറുനീരറുകൾ എല്ലാം കാണാം.